ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇൻട്രാഡേ ലെവൽസിൻ്റെ പെർഫോമൻസും അതുപോലെ വരും ദിവസങ്ങളിലേക്ക് നമ്മുടെ ലെവൽസിന് എന്തൊക്കെ ചേഞ്ചസ് വരുത്താനുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. സോ എങ്ങനെയുണ്ടായിരുന്നു മാർക്കറ്റിൽ ഇന്നത്തെ ദിവസം ഞാൻ ട്രേഡുകളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കിലായി പോയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും നമ്മുടെ ലെവൽസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ഞാൻ അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇന്നലത്തെ ദിവസം 2 ട്രേഡുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് വ്യൂവിലാണ് ഞാൻ ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അതൊരു കൺഫർമേഷൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ സോൺ ബ്രേക്ക് ചെയ്തപ്പോഴാണ് ഒരു ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്തത്. 9:40 ഈ ഒരു ക്യാൻഡിലായിരുന്നു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സോൺ ബ്രേക്ക് ചെയ്ത സമയത്ത്. അതിന് മുന്നേ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു അപ്പർ സൈഡിൽ, അതായത് അപ്പ് സൈഡിലേക്കും ഡൗൺ സൈഡിലേക്കും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. അതിനുശേഷം 9:30 ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ ഫോം ചെയ്ത് അതിനുശേഷം വന്നിട്ടില്ല. അതായത് അതിനുശേഷം 9:35 ക്യാൻഡിൽ അത് നമ്മുടെ സോൺ ബ്രേക്ക് ചെയ്തപ്പോഴാണ് ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അടുത്ത ക്യാൻഡിൽ ഒരു എൻട്രി ഇനീഷ്യേറ്റ് ചെയ്തു. നമ്മുടെ ഈ ടാർഗറ്റ് വരെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ശേഷം ബാങ്ക് നിഫ്റ്റിയിലും സെയിം ഒരു സ്പോട്ട് തന്നെയായിരുന്നു. നമുക്ക് ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുന്നത്, സോൺ ബ്രേക്ക് ചെയ്യുന്നതിന് ശേഷം അടുത്തൊരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത്, അതായത് ഒരു ചെറിയ റീടെസ്റ്റ് വന്നപ്പോഴാണ് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഈ ഒരു ഫൈനൽ ടാർഗറ്റ് വരെ പിടിച്ചു, അത് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയും ചെയ്തു. നിഫ്റ്റിയിൽ അതിനുശേഷം നമ്മുടെ സോൺ ബ്രേക്ക് ചെയ്തും വീണ്ടും ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത സമയത്ത് വീണ്ടും ഒരു ട്രേഡ് എടുക്കാമായിരുന്നു. ഈ ലെവൽ വരെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് ഇവിടെ നിന്ന് റീടെസ്റ്റ് ചെയ്ത് പിന്നെ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് ഈ പോയിന്റിലേക്ക് വീണ്ടും പോയിട്ടുണ്ട്. ഒരുപാട് സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് നല്ലൊരു ട്രേഡ് ഇവിടെ കിട്ടി. 2 ട്രേഡ് കിട്ടി, നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും കിട്ടി. അപ്പം പിന്നെ വീണ്ടും നമ്മൾ മാർക്കറ്റിൽ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇന്നത്തെ ദിവസം നോക്കുവാണെങ്കിൽ ഇന്നത്തെ ദിവസം നമുക്ക് ചെറിയൊരു അറേഞ്ച്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്നു. അതായത് ഇന്നലത്തെ ഇൻട്രാഡേ ലോ നമുക്കൊരു ലെവലാക്കി പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഇൻട്രാഡേ ലോ നോക്കുമ്പോൾ നമ്മുടെ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് നമ്മുടെ സെല്ലേഴ്സിനെയൊക്കെ ഒന്ന് ട്രാപ്പ് ചെയ്തിട്ട്, അതായത് അവരുടെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടാണ് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് കയറി പോയിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ സോണിലൊരു റീടെസ്റ്റ് തരാതെയാണ് മാർക്കറ്റ് കയറി പോയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരു സപ്ലൈ റേഞ്ച് ബ്രേക്ക് ചെയ്തു, റീടെസ്റ്റ് ചെയ്തു. അതിനുശേഷം നല്ലൊരു മൂവ്മെൻറ്റ് അവിടെ വന്നിട്ടുണ്ട്, പക്ഷേ നമ്മളെ ടാർഗറ്റ് വരെ പോയിട്ടില്ല. ആ ടാർഗറ്റ് വരെ പോകാതെ മാർക്കറ്റ് തിരിച്ചിറങ്ങുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മുടെ ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് ദെൻ ആ ഒരു പോയിന്റിൽ റീടെസ്റ്റ് ചെയ്തിട്ട് നല്ലൊരു ഫാൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു സപ്ലൈ റേഞ്ച് വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. സപ്പോർട്ട് റേഞ്ച് വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. അതിനുശേഷം കൃത്യമായി നോക്കുവാണെങ്കിൽ സപ്പോർട്ടിൽ എടുത്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോയിട്ടുള്ളത്. സോ അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ ഈ സോണിൻ്റെ മുകളിൽ കൺസോൾഡേറ്റ് ചെയ്തു. കുറച്ച് വയലൻ്റ് ആയിട്ടുള്ള മാർക്കറ്റ് തന്നെയാണെന്ന് പറയാം. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിലും അതുപോലെ തന്നെ ഈ ഒരു പോയിന്റിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇത് നമ്മളെ ടാർഗറ്റ് വരെ പോയിട്ടില്ല. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ, അതായത് ഒന്നെങ്കിൽ കോസ്റ്റ് ഇറങ്ങാനുള്ള ചാൻസസ് ആണ് അവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ നമുക്കിവിടെ കാണാം ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്തപ്പോഴാണ് ഒരു ഫാള് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. സോ നമുക്കിവിടെ കാണാം. സോ ഈ രീതിയിലായിരുന്നു മാർക്കറ്റ് ഇന്ന് നിഫ്റ്റിയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും നമ്മുടെ സോൺ ചെറുതായിട്ടൊന്ന് വയലേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സോണൊന്ന് ബ്രേക്ക് ചെയ്തു, കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് താഴെ പോവുകയാണ് ചെയ്തത്. മേ ബി ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഈ ഒരു പോയിന്റിൽ ഉണ്ടായിരുന്നു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ. പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത സമയത്ത് നമുക്ക് ഒരു നല്ലൊരു സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ഈ സപ്പോർട്ടിൽ എടുത്തിട്ടാണ് മാർക്കറ്റ് തിരിച്ച് കയറി പോയിട്ടുള്ളത്. കുറച്ച് കൺഫ്യൂസിങ് ഉണ്ടായിരുന്നു, ചെറിയ ഓപ്പർച്യൂണിറ്റികളെ ഉണ്ടായിരുന്നുള്ളൂ. മേ ബി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു കണ്ടീഷനും ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ലെവൽസിന് ചെറിയ ചേഞ്ചസുകളൊക്കെ വരുത്താനുണ്ട്. അതിന് മുന്നേ ഞാൻ വെള്ളിയാഴ്ച ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സോണായിരുന്നു അല്ലേ. ഈ ഒരു സോണ് ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു മൂവ്മെൻറ്റ് ഡൗൺ സൈഡിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 25,400 ലെവലിലേക്ക് അല്ലെങ്കിൽ 450 ലെവലിലേക്കൊക്കെ ഉള്ളൊരു മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വെള്ളിയാഴ്ച വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. അപ്പോൾ ഇവിടെ ഈ ഒരു മൂവ്മെൻറ്റ് നടക്കാൻ കുറച്ച് പ്രയാസം കാണുന്നുണ്ടല്ലേ. നമുക്ക് ചെറുതായിട്ട്, അതായത് ഓരോ ദിവസങ്ങളും ചെറിയ രീതിയിൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോവുകയാണ്. അതിന് കാരണക്കാരനായി നിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി ഡേ ടൈം ഫ്രെയിം ഇടുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് 200 മൂവിങ് ആവറേജിൻ്റെ. അപ്പോൾ ഇവിടേക്ക് ഞാൻ 200 മൂവിങ് ആവറേജ് ആഡ് ചെയ്യുന്ന സമയത്ത് 200 മൂവിങ് ആവറേജ് ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ 200 മൂവിങ് ആവറേജിൻ്റെ മുകളിൽ മാർക്കറ്റുള്ള സമയത്ത് ഒരു ബുള്ളിഷ് മാർക്കറ്റ് തന്നെയാണ്. അതുപോലെ 200 മൂവിങ് ആവറേജ് നല്ലൊരു സപ്പോർട്ടായിട്ടും നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇവിടെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, അതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട്. വീണ്ടും ഈ പോയിന്റിൽ മാർക്കറ്റ് വീണ്ടും സപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം മാർക്കറ്റ് എന്താണ് തിരിച്ച് മുകളിലോട്ട് കയറി പോവുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പം ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നിഫ്റ്റി തീർച്ചയായിട്ടും മുകളിലോട്ട് കയറി പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇനി ബാങ്ക് നിഫ്റ്റി ഈ ലെവൽ ബ്രേക്ക് ചെയ്യുക, അതായത് 200 മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ മാത്രമേ നമുക്ക് നിഫ്റ്റിയിൽ ആ ഒരു ലെവൽ വലിയൊരു ഫാള് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പം ഈ ലെവൽ ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലൊരു ഫാള് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അപ്പം നിഫ്റ്റിയിലും തീർച്ചയായിട്ടും ആ ഒരു ഫാള് നമ്മൾ കാണേണ്ടി വരും എന്നുള്ളതാണ്. ബാങ്ക് നിഫ്റ്റിയും അതുപോലെ ഫിൻ നിഫ്റ്റിയും സെയിം സ്പോട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. 200 മൂവിങ് ആവറേജ് സപ്പോർട്ട് ഇരിക്കുകയാണ്. അപ്പം ഇതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 200 മൂവിങ് ആവറേജ് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയൊക്കെ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ നമുക്കൊരു ഫാൾ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇനി നമുക്ക് വരും ദിവസങ്ങളിലേക്ക് നമ്മുടെ ലെവൽസിന് ചേഞ്ചസ് വരുത്താനുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ജസ്റ്റ് ഈ ലെവൽസുകളൊന്ന് ഓക്കെ ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. നമുക്കിത് ഒരു സപ്പോർട്ടാക്കിയിട്ട് എടുക്കുക. ഈ ഒരു പോയിന്റ് ഒരു നല്ലൊരു സപ്പോർട്ടാണ്. അതുപോലെ ഈ ഒരു പോയിന്റ് നല്ലൊരു സപ്പോർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു സോൺ ആക്കിയിട്ട് പിടിക്കാം. ഇത് നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അതുപോലെ ഇതും അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ലൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ ഇതൊരു സപ്പോർട്ടാണ്. അതുപോലെ ഇത് ആക്ച്വലി ഒരു ടാർഗറ്റ് ആക്കിയിട്ട് എടുക്കാം. ഓക്കെ, ഈ ലെവൽ ഇനി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ടാർഗറ്റ് ആക്കിയിട്ട് എടുക്കാം. ഓക്കെ, നമ്മുടെ 200 മൂവിങ് ആവറേജ് സപ്പോർട്ട് എടുത്തിട്ടാണ് ഇവിടെ കയറി പോയിട്ടുള്ളത്. അപ്പോൾ 200 മൂവിങ് ആവറേജിൻ്റെ സപ്പോർട്ട് വരുന്ന ഒരു റേഞ്ചാണിത്. ഓക്കെ, ഈ ലെവൽ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടം വരെ എക്സ്പെക്ട് ചെയ്യാം. ഫൈനൽ ടാർഗറ്റാണ് ഇവിടം വരെ എക്സ്പെക്ട് ചെയ്യാം. ഓൾമോസ്റ്റ് നോക്കുവാണെങ്കിൽ 170 പോയിൻറ്റ്സിൻ്റെ ഒരു മൂവ്മെൻ്റ് ആണ് ഫൈനൽ ടാർഗറ്റ് നമുക്ക് നോക്കാനുള്ളത്. 50 മിനിറ്റ്സിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാം. 50 മിനിറ്റ്സിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് റേഞ്ചാണ് ഈ കാണുന്നത്. ഓക്കെ, വളരെ നല്ലൊരു സപ്പോർട്ട് റേഞ്ചാണ് ഈ കാണുന്നത്. ഓക്കെ, മാർക്കറ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് താഴേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അതുപോലെ നമുക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ ഇത്ര കാര്യം നോക്കേണ്ടതായിട്ടുള്ളൂ. നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഓക്കെ, ചെറിയൊരു കൺഫ്യൂസിങ് ഉണ്ട്. ഈ ഒരു റേഞ്ച് വളരെയധികം കൺസോൾട്ടേറ്റഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കൺഫ്യൂസിങ് ഉണ്ട്. ഞാൻ അത്തരം ഏരിയകളിൽ നോ ട്രേഡ് സോൺ ആയിട്ടാണ് പറയാറുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതൊരു ലെവലാക്കി എടുക്കാം, കുഴപ്പമില്ല. ഈ ഒരു ലെവൽ എടുക്കാം. അതുപോലെ ഇതൊരു നല്ലൊരു സപ്പോർട്ട് ലെവലാണ്. പിന്നെ അതുപോലെ ആക്ച്വലി ഈ ലെവലൊരു നല്ലൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ലെവലൊക്കെ എടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം മുകളിലേക്ക്. ഓക്കെ, നല്ല സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാൻഡലാണ്. അപ്പം അത് നമുക്ക് നല്ലൊരു സപ്ലൈസോ റേഞ്ച് ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് 50 മിനിറ്റ്സിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ 50 മിനിറ്റ്സിൽ നമുക്ക് ഇതൊരു നല്ലൊരു റെസിസ്റ്റൻസ് ആണ്. ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ എന്ന് പറയുന്നത് നല്ലൊരു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ റേഞ്ച് വരെ പോകാനുള്ളൊരു ചാൻസസ് ആണ് കാണുന്നത്. അതുപോലെ ഇത് നല്ലൊരു സപ്പോർട്ട് റേഞ്ചാണ്. ഇത് ആക്ച്വലി ഒരു ടാർഗറ്റ് എടുക്കാൻ പറ്റുന്ന റേഞ്ചാണ്. ഓക്കെ, ഇവിടെ ഒരു ബയേഴ്സ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പം ഇവിടെ വരുന്ന സമയത്ത് ചെറിയൊരു പുൾ ബാക്ക് എക്സ്പെക്ട് ചെയ്യുക. അതായത് ഈ ലെവൽ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ടാർഗറ്റ് എന്നുള്ള രീതിയിലാണ് ഇത് നോക്കാൻ പറ്റുക. ഓക്കെ, ഒരു ടാർഗറ്റ് എന്നുള്ള രീതിയിൽ നോക്കാം. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെവലാണ്. അപ്പോൾ വരും ദിവസങ്ങളിലേക്ക് ഈ ലെവൽ വെച്ചിട്ട് നമുക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒന്ന് ഡിലീറ്റ് ചെയ്യാം. അഥവാ ഇനി ഈ ലെവലൊക്കെ നമ്മുടെ നിഫ്റ്റി മുകളിലോട്ട് കയറി പോവുകയാണെങ്കിൽ ആക്ച്വലി ഇതൊരു ടാർഗറ്റാണ്. അതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ടാർഗറ്റ് ആക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലുകളാണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ലെവൽ വെച്ചിട്ട് നിങ്ങളും കൂടെ അനലൈസ് ചെയ്തിട്ട് പ്ലാൻ ചെയ്യാം. അപ്പം ഈ നമ്മുടെ
ബാങ്ക് നിഫ്റ്റി 200 മൂവിങ് ആവറേജിൻ്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നത് നിങ്ങളൊന്ന് നോക്കുക. സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 200 മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഡൗൺ സൈഡിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് കൂടുതൽ ഇൻഫോർമേഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.